എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയുടെ 3-ാമത്തെ അധ്യായം കർമ്മയോഗ. കർമ്മയോഗയിലെ 18-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നൈവ തസ്യ കൃതേനാർത്ഥോ നാ കൃതേനേഹ കശ്ചനഃ ന ചാസ്യ സർവഭൂതേഷു കശ്ചിത് അർത്ഥ വ്യാപാശ്രയഃ. ഭഗവാൻ ഇവിടെ അർജുനനോട് സ്ഥിതപ്രജ്ഞനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആരാണ് സ്ഥിതപ്രജ്ഞൻ? അതായത് കർമ്മവാസന പൂർണ്ണമായി ക്ഷയിക്കണം. അങ്ങനെ ക്ഷയിച്ചാൽ മാത്രമേ സ്ഥിതപ്രജ്ഞ തത്വം എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താനായി സാധിക്കുകയുള്ളൂ. അതായത് കർമ്മവാസന എങ്ങനെ ക്ഷയിപ്പിക്കും? യജ്ഞരൂപേണ നമ്മുടെ കർമ്മം ചെയ്യുക. അങ്ങനെ ചെയ്താൽ മാത്രമേ കർമ്മവാസന ക്ഷയിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതെല്ലാം ഈശ്വരൻ്റെ സേവനമായി, ഈശ്വരന് വേണ്ടിയിട്ടുള്ള സേവനമായി കണ്ട് നമ്മൾ നമ്മുടെ കടമകളും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖമെന്ന ഒരു വികാരം പിന്നെ ഉണ്ടാവുകയില്ല. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മളൊരു കുട്ടിയെ പഠിപ്പിച്ചു കൊണ്ടുവരുന്നു. നമുക്കൊരു കുഞ്ഞുണ്ടാകുന്നു. ആ കുഞ്ഞിനെ നമ്മൾ നന്നായിട്ട് വളർത്തുന്നു. ആ കുഞ്ഞിനെ നന്നായിട്ട് പഠിപ്പിക്കുന്നു. അവന് നല്ലൊരു ജോലിയൊക്കെ കിട്ടുന്നു. അപ്പോൾ നാട്ടുകാരൊക്കെ വന്നിട്ട് പറയും, മകനൊന്ന് രക്ഷപ്പെടട്ടെ, പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകണ്ട, നിങ്ങളെ അവൻ നോക്കിക്കോളും. അപ്പോൾ അവിടെ നമ്മൾ കുഞ്ഞിനെ പഠിപ്പിക്കുന്നതും അവന് നല്ല ജോലിയാക്കി കൊടുക്കുന്നതും അവന് നല്ല സ്വഭാവം ഉണ്ടാക്കി കൊടുക്കുന്നതുമൊക്കെ നമുക്ക് അവനോടുള്ള സ്നേഹം കൊണ്ടല്ല, പിന്നെ മറിച്ച് എന്തുകൊണ്ടാണ്? അവൻ നല്ല ജോലി സമ്പാദിച്ചതിന് ശേഷം അതിൽ നിന്നും നമുക്ക് ലാഭമെടുക്കുന്നതിന് വേണ്ടി, അവന് ജോലി കിട്ടി, ആ സമ്പാദ്യം കൊണ്ട് നമുക്ക് ജീവിക്കാം എന്ന് കരുതി പാല് ലഭിക്കുവാൻ വേണ്ടി കച്ചവടക്കാർ ഒരു പശുവിനെ വളർത്തുന്നത് പോലെ വളർത്തിക്കൊണ്ടുവരുന്നു. അപ്പം അവിടെ എന്താണ് ചെയ്യുന്നത്? ഫലം കാംക്ഷിച്ചുകൊണ്ട് നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നു. അവസാനം ഈ കുട്ടി നമ്മളെ നോക്കിയില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാകും? ദുഃഖമുണ്ടാകും. പക്ഷേ ഒരമ്മ ഇത് തൻ്റെ ഉത്തരവാദിത്തമാണ്, തൻ്റെ കുഞ്ഞാണ്, തനിക്ക് ഈ കുഞ്ഞിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്, ഇത് തൻ്റെ ഉത്തരവാദിത്തമാണ്, ഭഗവാൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ് എന്ന് കരുതി ആ ജോലി എല്ലാം ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് തൻ്റെ ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിക്കഴിഞ്ഞാൽ ആ അമ്മയ്ക്ക് ദുഃഖിക്കേണ്ടി വരില്ല. പക്ഷേ ആഗ്രഹിച്ചുകൊണ്ട്, അതിനൊരു ഫലം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ആ ഫലം, നമ്മൾ ആഗ്രഹിച്ച ഫലം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടായിത്തീരും? ദുഃഖമുണ്ടായിത്തീരും. അങ്ങനെ ഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ള കർമ്മം ചെയ്യാതിരിക്കുക. നമ്മൾ എന്തു ജോലി ചെയ്താലും അതെല്ലാം യജ്ഞരൂപത്തിൽ ചെയ്യുക. ഭഗവാന് വേണ്ടിയിട്ടുള്ള സമർപ്പണം എന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖമുണ്ടാവുകയില്ല. അങ്ങനെയുള്ള ആളിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്ഥിതപ്രജ്ഞൻ എന്ന പേര് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നത്. സ്ഥിതപ്രജ്ഞന് കർമ്മം ചെയ്തുണ്ടാക്കേണ്ട യാതൊന്നും ഇല്ല. ഈ ലോകത്ത് കർമ്മം ചെയ്യാത്തത് കൊണ്ട് നഷ്ടപ്പെടാനും അദ്ദേഹത്തിന് ഒന്നുമില്ല. അദ്ദേഹത്തിന് ഒരു പ്രപഞ്ച ഘടകത്തെയും ഒന്നിനു വേണ്ടിയും ആശ്രയിക്കേണ്ടതായിട്ടും ഇല്ല. ഇതാണ് ഈ 18-ാമത്തെ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. സ്ഥിതപ്രജ്ഞന് ഒന്നും ഇനി അറിയാനില്ല, ഒന്നും ഉപേക്ഷിക്കാനുമില്ല, ഒന്നിനെയും പ്രാപിക്കുവാനുമില്ല, ഒന്നും ചെയ്യാനുമില്ല, ദുഃഖവുമില്ല, ഭയവുമില്ല, സങ്കല്പങ്ങളും ഇല്ല. കർമ്മവാസനാബദ്ധനായ അർജുനൻ ഈ സ്ഥിതപ്രജ്ഞത കൊതിക്കുന്നുണ്ടെങ്കിൽ ഫലസംഗം വെടിഞ്ഞ് യജ്ഞരൂപത്തിൽ സ്വധർമ്മം അനുഷ്ഠിക്കുവാനാണ് ഭഗവാൻ വീണ്ടും വീണ്ടും ഇവിടെ അർജുനനോട് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം അർജുനൻ യുദ്ധം ചെയ്യാൻ മടിച്ചു നിൽക്കുകയാണ്. യുദ്ധം ചെയ്തതുകൊണ്ട് തനിക്ക് ദോഷമുണ്ടാകുമോ ഗുണമുണ്ടാകുമോ ഇങ്ങനെയുള്ള ചിന്തയിൽ ഇങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ്
അർജുനൻ. ആ അവസരത്തിലാണ് നീ ക്ഷത്രിയനാണ്, ഇപ്പോൾ നിനക്ക് യുദ്ധം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഭൂമിക്ക് വേണ്ടിയിട്ട്, ഭൂമിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ശത്രുക്കളെ വധിക്കുന്നതിന് വേണ്ടിയിട്ട്, ഭൂമിയുടെ ഭാരം തീർക്കേണ്ടതായിട്ടുണ്ട്. അത് ക്ഷത്രിയ ധർമ്മമാണ്. ആ ധർമ്മം അത് നീ യജ്ഞരൂപത്തിൽ ചെയ്യുക. ഇത് നിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് കരുതി ചെയ്യുക. അല്ലാതെ അത് ചെയ്താൽ ദോഷമാകുമോ ഗുണമാകുമോ എന്ന് ചിന്തിച്ച് ചെയ്യരുത്. ഇപ്പം പരീക്ഷയ്ക്ക് പോകുന്ന ഒരു കുട്ടി, ആ കുട്ടി പരീക്ഷ എഴുതുക, പഠിക്കുക നന്നായിട്ട്. അവൻ്റെ ഉത്തരവാദിത്തം അവൻ നന്നായി പഠിക്കുക, പരീക്ഷ നന്നായി എഴുതുക. അല്ലാതെ പരീക്ഷയ്ക്ക് പോകുന്ന അവസരത്തിൽ പരീക്ഷ എഴുതണോ, എഴുതിയാൽ ജയിക്കുമോ തോക്കുമോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവനവൻ്റെ കർമ്മം ചെയ്യാനായി പറ്റുകയില്ല. ഒരമ്മ മകനെ വളർത്തുന്നതും അങ്ങനെ തന്നെ ആയിരിക്കണം. അമ്മയുടെ പൂർണ്ണമായ സ്നേഹം നൽകി പൂർണ്ണമായ ഉത്തരവാദിത്വത്തോടു കൂടി ഇത് തൻ്റെ കർമ്മമാണ്, ഈ കർമ്മം അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ സൃഷ്ടിച്ചത് എന്നുള്ള ആ പൂർണ്ണമായ ബോധം മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ അമ്മയ്ക്കും പിന്നീട് ദുഃഖിക്കേണ്ടി വരികയില്ല. കാരണം തന്നെ നോക്കുമോ എന്നുള്ള ആശങ്കയോടുകൂടി മകനെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അമ്മ ആഗ്രഹിക്കുന്ന രീതിയിൽ ചിലപ്പോൾ ഈ മകന് അമ്മയെ നോക്കാൻ സാധിച്ചില്ല എന്ന് വരും. ആ സമയത്താണ് വഴക്കുകൾ ഉണ്ടാകുന്നത്. അതായത് നമ്മളൊരു കർമ്മം ചെയ്യുന്നു, ആ കർമ്മത്തിന് ഫലം ആഗ്രഹിക്കുന്നു, ആ ഫലം കിട്ടാതിരിക്കുമ്പോൾ ദുഃഖമുണ്ടാകുന്നു, ദേഷ്യമുണ്ടാകുന്നു, ആത്മഹത്യ പ്രവണതയുണ്ടാകുന്നു, ആകെ പ്രശ്നമാകുന്നു. പക്ഷേ ഫലം ഇച്ഛിച്ചില്ലെങ്കിൽ ഇതെൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് കരുതി നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ വേണ്ട വിധത്തിൽ ഭഗവാൻ നമുക്ക് തന്നുകൊള്ളും. നമുക്ക് എന്താണോ ആവശ്യം അത് ഭഗവാൻ നമുക്ക് തരും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മോഹഭംഗങ്ങൾ ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ളവനെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആ നില കൈവരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിക്കുക. അതിൻ്റെ എല്ലാം ഫലം ഈശ്വരൻ നമുക്ക് വേണ്ട വിധത്തിൽ വേണ്ട സമയത്ത് തന്നുകൊള്ളും എന്ന് വിചാരിച്ച് നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിച്ച് ഭഗവാന് വേണ്ടി നമ്മൾ ചെയ്യുകയാണ്. ഇതെല്ലാം നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ്. ആ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിക്കുന്നു എന്ന് കരുതി യജ്ഞരൂപത്തിൽ നമ്മുടെ ഓരോ കർമ്മങ്ങളും ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സമാധാനമുണ്ടാകും. അങ്ങനെ ഓരോരുത്തരും ആ രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്തണം. അങ്ങനെ ചെയ്യാനാണ് ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.